ഗുഡ് മോർണിംഗ് ഗൈസ്. സോ നമ്മൾ ഇവിടെ ഈദ് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണ് ടു ഖത്തർ. സോ ഞങ്ങൾ ഇന്നലെ ദുബായിൽ നിന്ന് അബുദാബിയിൽ വന്ന് നമ്മുടെ കസിൻ്റെ വീട്ടിൽ സ്റ്റേ ആയിരുന്നു. സോ ഇപ്പോൾ എത്രയും സമയം 3:52 നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ടൈമാണ് റോഡ് വഴി പോകുന്നത്, ലൈക്ക് ഇത്രയും ദൂരം. സോ അറിയില്ല, എല്ലാം ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങാണ്. സോ കാണാം. ആക്ച്വലി അബുദാബിയിൽ നിന്ന് ഖത്തറിലോട്ട് എത്താണെങ്കിൽ 2 ബോർഡർ ക്രോസ് ചെയ്യണം. ഫസ്റ്റ് ബോർഡർ UAE സൗദി ബോർഡർ അൽ ഗുഫൈവത്ത് ബോർഡറും, പിന്നെ ഖത്തർ സൗദി ബോർഡർ സൽവ ബോർഡറും. സോ UAE സൗദി ബോർഡറാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പം ഈദ് ഹോളിഡേയ്സ് ടൈം ആയതുകൊണ്ട് തന്നെ ഖത്തറിലോട്ടും ബഹ്റൈനിലോട്ടും പോകുന്നവരൊക്കെ ഈ ബോർഡർ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും 4 മണിക്ക് മുന്നേ തന്നെ നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നേരത്തെ എത്തിയതുകൊണ്ട് റഷൊന്നും ഉണ്ടായില്ല. പ്രൊസീജിയറൊക്കെ വളരെ സിമ്പിളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം അത് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റി. അതായത് നമ്മളിപ്പോൾ സൗദിയുടെ എക്സിറ്റ് എടുത്തു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മളത് ചോദിച്ചില്ല, ജസ്റ്റ് പാസ്പോർട്ട് മാത്രമേ ചോദിച്ചുള്ളൂ. എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 3 പേരുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പാസ്പോർട്ടിൽ അവർ എക്സിറ്റ് സീൽ അടിച്ചു. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് എത്ര ഉണ്ടോ അത്ര എണ്ണത്തിലും എക്സിറ്റ് സീൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പം നെക്സ്റ്റ് ഖത്തറിലോട്ട് പോകുന്ന സമയത്തായിരിക്കും അതൊരു ചിലപ്പോൾ ഇഷ്യൂ ആവുക. സോ അത് അപ്പം തന്നെ വെരിഫൈ ചെയ്തേക്കുക. അപ്പോൾ ഇനി നമ്മളിപ്പോൾ സൗദിയുടെ എക്സിറ്റിൽ നിന്ന് ഖത്തറിൻ്റെ ബോർഡറിലോട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം അവിടെ ആയിരിക്കും മിക്കവാറും ഖത്തറിൻ്റെ ഇൻഷുറൻസും കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. സോ അത് ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇനി അവിടെ എത്തിയതിന് ശേഷം ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് തരാം. ഇനി നമ്മൾ പോകുന്നത് ഖത്തർ സൗദി ബോർഡറായിട്ടുള്ള സൽവയിലോട്ടാണ് കേട്ടോ. ആക്ച്വലി സൗദിയിലെത്തി ഫസ്റ്റ് പെട്രോൾ പമ്പിൽ നിന്ന് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അവിടുന്ന് ഒരു 5.5 hours മേലെ ഉണ്ട് നമ്മുടെ ഈ ബോർഡറിലോട്ട്. സോ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് നൈറ്റ് ടൈം ട്രാവലേ പാടില്ല. കാരണം ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഈ വരുന്ന വഴിക്കില്ല. സോ നമ്മൾ രാത്രി ട്രാവൽ ചെയ്യുന്ന ഭയങ്കര റിസ്ക്കാണ്, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് വരുമ്പോൾ. പക്ഷേ ഇവിടുത്തെ ബോർഡറിലായാലും കാര്യങ്ങളൊക്കെ സ്മൂത്തായിരുന്നു കേട്ടോ. സോ ഗൈസ്, നമ്മള് ഫൈനലി വി റീച്ച്ഡ് ഖത്തർ. സൗദിയിൽ വെരിഫൈ ചെയ്ത പോലെ നമ്മുടെ ഫിംഗർ പ്രിന്റ്, അതുപോലെ നമ്മുടെ ഫോട്ടോ അതെല്ലാം ചെക്ക് ചെയ്തു, വെരിഫൈ ചെയ്തു. ഹയാ കാർഡ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ഹയാ കാർഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ ഒത്തന്റിക്കേറ്റ് ചെയ്തതിനു ശേഷം നമ്മളെ വിട്ടു. അതിനുശേഷം വണ്ടി വേറൊരു ഇൻസ്പെക്ടർ വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യും. നമ്മുടെ ബാഗൊക്കെ പുറത്തിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി. പിന്നെ അതിനുശേഷം നമ്മളെ വണ്ടിക്ക് ഒരു ഇൻഷുറൻസ് എടുക്കണമായിരുന്നു. അപ്പൊ അത് 1 വീക്കിന് 145 ഖത്തർ റിയാല് നമ്മള് കൊടുത്തു. ലോൺ ഉണ്ടെങ്കിലും പേഴ്സണൽ ലോൺ ഉണ്ടെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക്. പക്ഷെ EMIs ഒക്കെ മിസ്സിംഗ് ആണ്. അതൊന്നും കറക്റ്റ് ഡ്യൂ പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്കറിയില്ല. പക്ഷെ സോ നമ്മളപ്പോ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവരുടെ അടുത്ത് പറഞ്ഞത് നമ്മൾ UAE ബോർഡർ ക്രോസ് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു എല്ലാം ഓക്കെ ആണോ, ഹോൾഡ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മളൊരു ഇരിക്കുന്ന ഫോട്ടോ ആണ്. ആക്ച്വലി അത് നമ്മൾ ഖത്തർ ബോർഡറിൽ നമ്മുടെ ഫിംഗർ പ്രിന്റും ഇതൊക്കെ ഒത്തന്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതായിരുന്നു. അപ്പോ ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞത് UAEയുടെ ബോർഡറിൽ ഇരിക്കുകയാണ്, നമ്മൾ ലേറ്റ് ആയി ഇറങ്ങാൻ. സോ വെയിറ്റിംഗ് ആണ്, ഹോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. രണ്ടുപേരും ആക്ച്വലി ഡ്യൂട്ടിക്ക് പോയേക്കാണ്. അപ്പോ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ പോയി നോക്കട്ടെ. അവിടെ ആരും ഉണ്ടാവില്ല. വരുമ്പം അറിയില്ല, ചിലപ്പോ മനസ്സിലാവുമായിരിക്കും എന്തായാലും എത്തിയിട്ടുണ്ടെന്ന്. എന്താ അറിയാം, ചിലപ്പോ വിളിച്ചു നോക്കുമായിരിക്കും. നോക്കാം, എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ കാണാം. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്, യു വോണ്ട് ട്രസ്റ്റ് മീ, ബിക്കോസ് എനിക്ക് ലൊക്കേഷൻ അറിയില്ല. ഞാൻ പക്ഷേ മുന്നേ ഖത്തറിൽ വന്നിട്ടുണ്ട് ഏട്ടൻ്റെ വീട്ടിലോട്ട്. സോ അന്ന് എനിക്ക് ആകെ അറിയാവുന്നത് ദോഹയിലെ KG സിഗ്നലിലാണ് ഏട്ടൻ്റെ വീട്. ആൻഡ് ആ ലൊക്കേഷൻ കണ്ടാൽ എനിക്കറിയാം. സോ നമ്മൾ എത്തുന്നതിന് കുറച്ച് മുന്നായിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയി. പക്ഷേ എങ്ങനെയൊക്കെയോ തെണ്ടിത്തിരിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. പക്ഷെ കുറേ നേരം ബെല്ലടിച്ചിട്ടും ആരും വാലും ഉറക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് പെട്ട്. കാരണം വീട്ടിൽ എല്ലാവരും എവിടെ പോയി എന്നൊന്നും നമുക്കറിയില്ലല്ലോ. സോ വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഏട്ടൻ തുറന്നു. പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഏട്ടൻ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ആക്ച്വലി അവർ വീട് തലേ ദിവസമാണ് മാറിയത്. സോ 5 മിനിറ്റ് കൂടെ നമ്മൾ ലേറ്റായിട്ട് എത്തിയിരുന്നെങ്കിൽ ഏട്ടൻ അങ്ങോട്ട് പോയിരുന്നു. ലാസ്റ്റ് മിനിറ്റ് സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഏട്ടൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ എത്തിയോണ്ട് നമ്മൾ കണ്ടുമുട്ടി. അല്ലെങ്കിൽ വടിയാനെ, കാരണം ഒന്ന് വിളിച്ച് ചോദിക്കാൻ പോലും നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ എവിടെയെങ്കിലുമൊക്കെ കയറി ഫോണൊക്കെ ഓൺ ആക്കിയിട്ട് വേണ്ടായിരുന്നില്ലേ, പെട്ടുപോയാന്.
പക്ഷെ എന്തായാലും എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ കണ്ടുമുട്ടി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ടൊക്കെ വന്നു. പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പോൾ പുറത്തോട്ടൊന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ചേച്ചി ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് തന്നെ എത്തിയപ്പോൾ ലേറ്റായി. സോ അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു എക്സ്പ്രഷൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ ഒക്കെ ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ ഈവനിങ് ആണ് നമ്മളൊന്ന് പുറത്തിറങ്ങിയത് ഒരു ബീച്ച് സൈഡിലോട്ട്. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ഇത് നല്ല ഗ്രില്ലും ഇതൊക്കെ കഴിച്ച് ഫിഷും ചിക്കനൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ബിക്കോസ് ഒരു 1.5-2 വർഷത്തിന് ശേഷമായിരുന്നു നമ്മൾ കാണുന്നത്. സോ ഒരുപാട് വിശേഷവും കുറ്റും നോണിയൊക്കെ പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോയി. So thank you for watching my video, and if you like this video, and don't forget to subscribe to my channel. Bye.